ഹായ്, എല്ലാവർക്കും സ്വാഗതം. ദ ഡിബേറ്റ് ചാനലിൽ അല്ലാമ ഇഖ്ബാലിന്റെ ഷിക്വയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 13ഓളം സ്റ്റാൻസകൾ കഴിഞ്ഞു. ഈ ഷിക്വയുടെ ഉറുദു ടെക്സ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ പ്രാസഭംഗിയും കവിതയുടെ ഒരു മനോഹാരിതയൊക്കെ മനസ്സിലാവും. അതിന്റെ അവസാനത്തെ അക്ഷരങ്ങളെല്ലാം തന്നെ എല്ലാ വരികളും അതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് കവിത. അതുകൊണ്ട് കവിതയുടെ സൗന്ദര്യവും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള കവിതയാണെന്ന് സാന്ദർഭികമായിട്ട് പറയാണ്. ഏതായാലും അടുത്ത വരികൾ കേൾക്കാം. 13वां मुलाहिजा फरमाए, सफ़हे दहर से बातिल को मिटाया हमने, नौए इंसां को गुलामी से छुड़ाया हमने. അടുത്ത വരിയിൽ പറയുന്നത് ഈ ഭൂമുഖത്ത് നിന്നും ബാത്തിൽ കൊ മിട്ടായ ഹംനെ, ഈ അസത്യത്തെ വിഭാടനം ചെയ്തത്, അസത്യത്തെ നിർമ്മാർജ്ജനം ചെയ്തത് ഞങ്ങളാണ്, മുസ്ലിം സമൂഹമാണ് എന്ന് അല്ലാമ ഇഖ്ബാൽ ഒരു മുസ്ലിം സമുദായത്തോട് മൊത്തത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു ഉണർത്തുപാട്ടായിട്ട് പറയാണ്. नौए इंसां को गुलामी से छुड़ाया हमने. അതുപോലെ അടുത്ത വരിയിലൊക്കെ പറയുന്നത് വിമോചനത്തിന്റെ ധ്വനിമുഴക്കാണ്. അടുത്ത വരിയിലൊക്കെ കാണുന്നത് ആ ഇൻസാൻ കോ ഗുലാമീസ്, മനുഷ്യനെ അടിമച്ചങ്ങലുകളിൽ നിന്നും വിമോചിപ്പിച്ചത്, അടിമച്ചങ്ങലുകളിൽ നിന്നും മോചിപ്പിച്ചത്. ചുടായ ഹംനെ, വിമോചനത്തിന്റെ ഉള്ളടക്കമുള്ള ഒരു വിശ്വാസമാണ്. കഴിഞ്ഞ സ്റ്റാൻസയിൽ പറഞ്ഞ തൗഹീദിന്റെ മാധുര്യം, തൗഹീദിന്റെ തൗഹീദിന്റെ ആ മധു, തൗഹീദിന്റെ മധുപാനപാത്രത്തെ പറ്റിയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു വിമോചന ദൈവശാസ്ത്രമാണ്, വിമോചന പ്രത്യയശാസ്ത്രമാണ് അല്ലാമ ഇഖ്ബാൽ പറയാണ്. ഇതൊക്കെ മനുഷ്യനെ അടിമകളാക്കി വെച്ചിരുന്ന ഒരുപാട് മനുഷ്യ ദൈവങ്ങളുണ്ട്. മനുഷ്യനെ അടിമകളാക്കിയപ്പോൾ ഒരുപാട് കിസ്രയും കൈസറും ഹൊത്തുബത്തും ഷൈബത്തും ഒരുപാട് ഫറോവമാരെയും ഒക്കെ കടപുഴക്കി എറിഞ്ഞുകൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് പോയത്. പക്ഷെ ഇപ്പോ ഈ സമൂഹം ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നുണ്ടോ എന്നൊരു ആശങ്ക 100 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാമ ഇഖ്ബാൽ തോന്നിയിട്ടുണ്ട്. ഇന്ന് നമുക്കും തോന്നുന്ന സംശയമാണ്, എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ വല്ലാതെ പരീക്ഷിക്കപ്പെടുന്നത്? ശത്രു സൈന്യങ്ങൾക്കും ശത്രു പാളയത്തിനൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങളും ഞാമത്തുകളൊക്കെ ലഭിക്കുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും, ഇത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ടും മുസ്ലിം സമുദായത്തെ എന്തുകൊണ്ട് ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നു? ഇതിന്റെയൊക്കെ മറുപടി ജവാബ് ഷിക്വയിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ചാനലിലൂടെ തന്നെ അത് പറയണം, സമയമുണ്ടെങ്കിൽ. ഏതായാലും അടുത്ത വരി കേൾക്കാം. तेरे काबे को जबीनों से बसाया हमने. അടുത്ത വരിയിൽ പറയാണ്, തേരെ കഅബയെ ജബീനോം സെ ബസായ ഹംനെ, നിന്റെ കഅബാലയത്തെ ഞങ്ങളാണ് നെറ്റിത്തടം വെച്ച് മുത്തി മണപ്പിച്ചത്, നിന്നെ ചുംബിച്ചത് ഞങ്ങളാണ്. അത്രയും നിന്റെ തൗഹീദിനോടുള്ള ഹുബ്ബ് കൊണ്ട് ആ ഇസ്ലാമിക ചിഹ്നങ്ങളെയൊക്കെ ഇടനെഞ്ചിൽ സ്ഥാനം വെച്ചതാണ്. അതുപോലെ അടുത്ത വരിയിലും പറയുന്നത് അതാണ്. तेरे कुरान को सीनों से लगाया हमने. നിന്റെ ഖുർആനെ ഞങ്ങൾ ശിരസാവഹിച്ചു, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ ആവാഹിച്ചു. അങ്ങനെ നിന്റെ കഅബാലയത്തെ മുത്തിമണപ്പിച്ചതും വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനെ ഇടനെഞ്ചിൽ വെച്ചതും ശിരസാവഹിച്ചതൊക്കെ ഞങ്ങളാണ്. फिर भी हमसे ये गिला है कि वफादार नहीं, फिर भी हमसे ये गिला है कि वफादार नहीं. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനത്തെ 2 വരിയിൽ അല്ലാമ ഇഖ്ബാൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന പോലെ പറയാം, ഇതൊക്കെ ചെയ്തിട്ടും ഫിർ ബി ഹംസേയെ, ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാമ ഇഖ്ബാൽ പറയാണ്, ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾ ഈ ഗില, ഞങ്ങൾ ഈ പരാതി കൊണ്ട്, പരിഭവം കൊണ്ട് പരാതി പറയിപ്പിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് ഈ ഗില, ഈ പരാതി ശിക്വ പറയിപ്പിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവെ നീ പറയുന്നു, ഞങ്ങൾ വഫാദാർ നഹി, ഞങ്ങൾ ഈ കരാർ പാലിക്കുന്നവരല്ല, ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നവരല്ല എന്ന് നീ പറയുന്നു. ഞങ്ങൾ ഈ വഫാദാർ, ഈ കരാറും ഉടമ്പടി ലംഘിക്കുന്നവരാണ്, അത് പാലിക്കുന്നവരല്ല എന്ന് നീ പറയുന്നു. അപ്പോൾ എന്നിട്ട് അല്ലാമ ഇഖ്ബാൽ ചോദിക്കാതെ, हम वफादार नहीं, तू भी तो दिलदार नहीं. हम वफादार नहीं, तू भी तो दिलदार नहीं. तू भी तो वफादार नहीं, तू भी तो दिलदार नहीं. അങ്ങനെയാണെങ്കിൽ നീയും ഉദാരനല്ല, നീയും സ്നേഹമുള്ളവനോ അനുകമ്പയുള്ളവനോ അല്ല. ഇതൊക്കെ ചെയ്തിട്ടും ഞങ്ങളെ കൊണ്ട് ഈ പരാതി പറയിപ്പിക്കുകയും ഞങ്ങളോട് വാക്ക് പാലിക്കുന്നവനല്ല എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങൾ വാക്ക് പാലിക്കുന്നവരല്ല എന്നൊക്കെ പറയുമ്പോൾ നീയും ഉദാരനല്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും എന്നല്ല ഇഖ്ബാൽ പറയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ജവാബ് ഷിക്വയിൽ ഇതിനൊക്കെ ഓരോ വരികൾക്കും മറുപടിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതായാലും അടുത്ത സ്റ്റാൻസ അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഇൻഷാ അല്ലാഹ് അതുവരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.